ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമ്മിലെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് സെക്കൻഡിലെ ബ്ലോക്ക് 2-ലെ രണ്ടാമത്തെ പാഠമാണ്, യൂണിറ്റാണ് ഗാന്ധി ഇർവിൻ പാക്ട് ആൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. അതിൽ നമുക്ക് റൗണ്ട് ടേബിൾ കോൺഫറൻസിനെ കുറിച്ച് മനസ്സിലാക്കാം. ദ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നത് ലണ്ടനിലാണ്, നവംബർ 1930. സിവിൽ നിയമലംഘനം സമരം ഇന്ത്യയിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യൻ നേതാക്കന്മാരുടെയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെയും വക്താക്കളുടെയും ഒന്നാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ വിളിച്ചു കൂട്ടുകയുണ്ടായി. 1930 നവംബർ 12 മുതൽ 1931 ജനുവരി 19 വരെയാണ് ഈ സമ്മേളനം നടന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസേ മാക്ഡൊണാൾഡ് അധ്യക്ഷനായ ഈ സമ്മേളനത്തിൽ ഗാന്ധിജിയും കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്തില്ലായിരുന്നു. അങ്ങനെ പങ്കെടുക്കാതെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം BR അംബേദ്കർ പങ്കെടുത്തു. BR അംബേദ്കർ അതിൽ പങ്കെടുക്കുകയുണ്ടായി നമ്മുടെ ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഗാന്ധി ഇർവിൻ പാക്ട് കൊണ്ടുവന്നു. ആ ഗാന്ധി ഇർവിൻ പാക്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. അത് എന്താണ് ഗാന്ധി ഇർവിൻ പാക്ട് എന്ന് പറഞ്ഞാൽ, 1931 മാർച്ച് 5 ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന ഇർവിൻ പ്രഭുവും നേതാവായിരുന്ന ഗാന്ധിജിയും ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ മുന്നോടിയായി ഉടമ്പടി ഒപ്പുവെച്ചു. ഇന്ത്യയുടെ സ്വയം ഭരണം നൽകാം 1929 ഇർവിൻ പ്രഭു പ്രഖ്യാപിച്ചിരുന്ന ഗാന്ധിയും ഇർവിനും 8 തവണ ചർച്ചകൾ നടത്തി. അതിനുശേഷമാണ് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ആ ഉടമ്പടിയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പ്രധാന വിപ്ലവകാരികളായ ഭഗത് സിംഗും രാജഗുരു, സുഖദേവ് എന്നീ വിപ്ലവകാരിയുടെ വധശിക്ഷ പിൻവലിച്ചില്ല. ഈ സംഭവം കോൺഗ്രസ്സിന് എതിരായിരുന്നു, ഇർവിൻ പാക്ടിന്. അതുപോലെ തന്നെ അതുകൊണ്ട് കോൺഗ്രസ്സിന് അകത്തുമൊക്കെ ഇതിന് എതിരായിരുന്നു, ഈ ഇർവിൻ പാക്ടിന് എതിരായിരുന്നു. അകത്തും പുറത്തുമൊക്കെ ഇർവിൻ പാക്ട് എതിരായിരുന്നു. അതുപോലെ ഗാന്ധി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തലാക്കുമെന്ന് ലണ്ടനിൽ 1930 സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും സമ്മതിച്ചിരുന്നു. അത് പ്രകാരം 1931 ഡിസംബർ വട്ടമേശ സമ്മേളനം പരാജയത്തിലാണ് ചെന്ന് അവസാനിച്ചത്. എന്നാൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉണ്ടായതെന്ന്. ഒന്നാമത് പറയുന്നത്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് വാസ് ഡിസ്കണ്ടിന്യൂഡ്. സിവിൽ നിയമ ലംഘനം പ്രസ്ഥാനം നിർത്തിവെക്കാൻ ആണ് പറയുന്നത്. രണ്ടാമതാണെങ്കിലോ, ഇമ്മീഡിയറ്റ് റിലീസ് ഓഫ് ആൾ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് ആൻഡ് നോട്ട് ഇംപ്രസൻഡ് ഫോർ വയലൻസ്. അക്രമത്തിൽ ഏർപ്പെടാത്ത എല്ലാ രാഷ്ട്രീയക്കാരുടെയും ഉടനെ തന്നെ അവരെ വിട്ടയക്കണം, അവരെ ജയിലിലടയ്ക്കാൻ പാടില്ല എന്നുള്ളത്. മൂന്നാമത്തെ, ഇതുവരെ പിരിച്ചെടുക്കാത്ത എല്ലാ പിഴകളും ഒഴിവാക്കുക എന്നുള്ളതാണ്. റിമിഷൻസ് ഓഫ് ആൾ ഫൈൻസ് നോട്ട് യെറ്റ് ബീൻ കളക്റ്റഡ്. ഇതുവരെ പിരിച്ചെടുക്കാതെ എല്ലാ പിഴകളും എന്ത് ചെയ്യണം? ഒഴിവാക്കണമെന്നാണ്. കൺഫിസ്കേറ്റഡ് ലാൻഡ് വിച്ച് വാസ് നോട്ട് യെറ്റ് സോൾഡ് ടു തേർഡ് പാർട്ടി. മൂന്നാം കക്ഷിക്ക് വിൽക്കാത്ത കണ്ടുകെട്ടിയ ഭൂമി തിരികെ നൽകണമെന്നാണ്. അപ്പോൾ മൂന്നാം കക്ഷിക്ക് വിൽക്കാത്ത കണ്ടുകെട്ടിയ ഭൂമി തിരികെ നൽകണമെന്നാണ്. മൂന്നാം കക്ഷിക്ക് വിൽക്കാത്ത കണ്ടുകെട്ടിയ ഭൂമി തിരികെ നൽകണം. 5 പറയും, ദ ഗവൺമെൻറ് എഗ്രീഡ് ടു ദ റൈറ്റ് ടു മേക്ക് സാൾട്ട് ഫോർ കൺസംപ്ഷൻ ഇൻ വില്ലേജ്. ഗ്രാമങ്ങളിൽ ഉപ്പിനായി ഉപ്പുണ്ടാക്കുന്നതിനുള്ള അവകാശം സർക്കാരിന് സമ്മതിച്ചു. 6 റൈറ്റ് ടു പീസ്ഫുൾ ആൻഡ് നോൺ അഗ്രസീവ് പിക്കറ്റിംഗ്. സമാധാനപരവും അക്രമരഹിതവുമായ പിക്കറ്റിങ്ങിനുള്ള അവകാശം. 9 the viceroy agreed to withdraw repressive ordinance of the civil disobedience movement. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ അടിച്ചമർത്തൽ ഓർഡിനൻസുകൾ പിൻവലിക്കൽ വൈസ്രോയി സമ്മതിച്ചു. 10 the Congress would participate in the next round table conference. അടുത്ത വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുക്കുമെന്ന് ഉറപ്പ് കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇർവിൻ പാക്ട് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. അതിൽ സുഭാഷ് ചന്ദ്രബോസ്, നെഹ്റുവിനൊക്കെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് നിർത്തലാക്കുന്നതിൽ ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 നവംബർ 7 രണ്ടാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ ആരംഭിച്ചു.
അതുപോലെ തന്നെ അത് രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബർ 7 രണ്ടാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ ആരംഭിച്ചു. ഗാന്ധിജി ഉൾപ്പെടെ 107 പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. 1931 സെപ്റ്റംബർ 7 രണ്ടാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ ആരംഭിച്ചു. സെപ്റ്റംബർ ഡിസംബർ 1931 കാലഘട്ടത്തിൽ 7 തീയതിയാണ് അത് നടന്നത്. ഗാന്ധിജി ഉൾപ്പെടെ 107 പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകാതെ വർഗീയ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല എന്ന ഗാന്ധിജിയുടെ പ്രഖ്യാപനം രണ്ടാം വട്ടമേശ സമ്മേളനവും പരാജയത്തിലേക്ക് നയിച്ചു. 1932 ജനുവരി 3 സിവിൽ നിയമലംഘനം സമരം പുനരാരംഭിക്കുകയും ചെയ്തു. കാരണം ഇതൊരു പരാജയമായിരുന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം ഒരു പരാജയമായിരുന്നു എന്നുള്ളതാണ്. നെഹ്റുവും ചന്ദ്രബോസും കോൺഗ്രസ് നേതാക്കളും എല്ലാം സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് നിർത്തലാക്കുന്നതിൽ വളരെയധികം അദ്ദേഹത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ പിന്മാറ്റം പൂർണ്ണ സ്വാതന്ത്ര്യത്തിനുള്ള ആവശ്യം ഉപേക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് അവർ വാദിക്കുകയും ചെയ്തു. എന്നിട്ടും ഗാന്ധിജി ഇർവിൻ പാക്കിൽ ആകൃഷ്ടനായി അദ്ദേഹം ഈ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി. പക്ഷേ ആ വട്ടമേശ സമ്മേളനം വിജയിച്ചില്ല. അതൊരു വൻ പരാജയമായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം. എന്നാൽ തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1932 കൂടുകയുണ്ടായി. 1932 നവംബർ 17 മൂന്നാം വട്ടമേശ സമ്മേളനം. തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് കൺവേഡ് ഫ്രം നവംബർ ഡിസംബർ 1932 ലണ്ടനിൽ കൂടി. 42 പ്രതിനിധികൾ അതിലുണ്ടായിരുന്നു. അതുപോലെ ഇത് വൈറ്റ് പേപ്പർ പബ്ലിക്കേഷൻ ചെയ്തതാണ്. ധവള പത്രത്തിലാണ് ഇത് എഴുതിയത്. നമുക്ക് നോക്കാം. 1932 നവംബർ 17 മൂന്നാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ ആരംഭിച്ചത്. കോൺഗ്രസ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നില്ല. ഗവൺമെൻറ്റിനോട് കൂറ് പുലർത്തിയിരുന്ന 46 പ്രതിനിധികളെ മാത്രമേ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിരുന്നുള്ളൂ. മൂന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ അന്ത്യത്തിൽ പുറപ്പെടുവിച്ച ധവളപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ ധവളപത്രം എന്ന് പറയുന്നത് വൈറ്റ് പേപ്പറാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കപ്പെട്ടത്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ദേശീയ നേതാവായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. നമ്മുടെ ഭരണഘടനയുടെ പിതാവെന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയെ അർദ്ധനഗ്നായ സന്യാസി എന്നാണ് വിൻസ്റ്റൺ ചർച്ചിൽ വിശേഷിപ്പിച്ചത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ഗാന്ധിജിയെ അർദ്ധനഗ്നനായ സന്യാസി എന്നാണ് വിൻസ്റ്റൺ ചർച്ചിൽ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിക്കുമോ എന്ന് സംശയമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് ഗാന്ധിജിയെ. 1934 മെയ് 20 സിവിൽ നിയമലംഘന പ്രസ്ഥാനം കോൺഗ്രസ് നിർത്തിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്താ സെക്കൻഡ് ഫേസിൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് തിരിച്ചു കൊണ്ടുവന്ന് ഗാന്ധിജി. കാരണം ഇർവിൻ പാക്ക് എന്ത് ചെയ്തു? വൻ പരാജയമായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചത് അപ്പമായിരുന്നു, എനിക്ക് കിട്ടിയത് കല്ലാണെന്ന്. അദ്ദേഹം ഈ വട്ടമേശ സമ്മേളനത്തെക്കുറിച്ച്, അദ്ദേഹം പങ്കെടുത്ത രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് 1931 വട്ടമേശ സമ്മേളനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇവന്മാരെന്ത് ചെയ്ത്, ഗാന്ധിജി ഇല്ലാത്ത സമയത്ത്, ഗാന്ധിജി ലണ്ടനിൽ നിന്ന് എത്തിയില്ലല്ലോ, അതിന് മുമ്പ് തന്നെ ഇവിടുത്തെ നാഷണലിസ്റ്റുകളെ, ദേശീയവാദികളെ എന്ത് ചെയ്തു? കഠിനമായിട്ട് ശിക്ഷിക്കാനും അറസ്റ്റ് ചെയ്യാനും ഉള്ള തയ്യാറെടുപ്പുകൾ അവരിവിടെ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഇവർ പട്ടാള നിയമം കൊണ്ടുവന്നു. ഈ ഗാന്ധിജി ഇല്ലാത്ത നേരത്ത്. ഗാന്ധിജി ഇനി തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് അങ്ങ് നിർത്തലാക്കി. അത് കഴിഞ്ഞിട്ട് എക്കണോമിക് ക്രൈസിസുകൾ ഉത്തർപ്രദേശിലുണ്ടായിരുന്നു 1931. അതുപോലെ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസ് എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചു. എന്നിട്ട് ആ പാർട്ടി രൂപീകരിച്ചിട്ട് അതിൽ ഖുദായി ഖിദ്മത്ത്, ആ പാർട്ടിയുടെ പേര് നോർത്ത് വെസ്റ്റ് ഇപ്പം ഗവൺമെൻറ് ഈ കോൺഗ്രസ്സുകാരെയൊക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ ബാക്കിയുണ്ടായിരുന്നത് അബ്ദുൽ ഗാഫർ ഖാൻ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന അബ്ദുൽ ഗാഫർ ഖാനാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം എന്ത് ചെയ്ത് ഖുദായി ഖിദ്മത്ത് എന്ന് പറയുന്ന ഒരു
രൂപീകരിക്കുകയും അതിൽ റെഡ് ഷർട്ട് എന്ന് പറയുന്ന ഒരു അവരുടെ അനുയായികളാണ്. ആ പേരിലാണ് അദ്ദേഹം എന്ത് ചെയ്തു, അതിനെ കൊണ്ടുവരികയും അങ്ങനെ ഒരു പാർട്ടി കൊണ്ടുവരികയും ചെയ്തു. ഇതാണ് ഹുദായി ഖിദ്മത്ത് എന്നാണ് ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ്റെ അദ്ദേഹം കൊണ്ടുവന്ന പാർട്ടിയുടെ പേര്, ആ സംഘടനയുടെ പേര്. എന്താണ് അത്? നോൺ വയലൻസ് രീതിയിൽ തന്നെയാണ് കൊണ്ടുപോയത്, ഖുദായി ഖിദ്മത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുവരുന്നത്. എന്താണ് ഈ കമ്മ്യൂണൽ അവാർഡ്? അത് കൊണ്ടുവന്നത് റാംസേ മാക്ഡൊണാൾഡാണ്. റാംസേ മാക്ഡൊണാൾഡിൻ്റെ നേതൃത്വത്തിലാണ് ഈ കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുവന്നത്. 1932 ഓഗസ്റ്റിലാണ് കമ്മ്യൂണൽ അവാർഡ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ 1932 ഓഗസ്റ്റ് 16 ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസേ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചു. ഇതനുസരിച്ച് മുസ്ലിങ്ങൾ, യൂറോപ്യന്മാർ, സിഖുകാർ എന്നിവർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചു. ഹരിജനങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചു. അങ്ങനെ മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെ മറ്റിതര സമുദായത്തിലുള്ള യൂറോപ്യന്മാർക്കും മുസ്ലിങ്ങൾക്കും ഹരിജനങ്ങൾക്കും ഒരു പ്രത്യേക നിയോജക മണ്ഡലം സ്ഥാപിച്ചതിനെയാണ് കമ്മ്യൂണൽ അവാർഡ് എന്ന് 1932 ഓഗസ്റ്റിൽ നിന്ന് കമ്മ്യൂണൽ അവാർഡ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണൽ അവാർഡ് ഇങ്ങനെ ഇന്ത്യയിലെ പിന്നേക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയതാണ് കമ്മ്യൂണൽ അവാർഡ്. ഇത് കൊണ്ടുവന്നത് ആരാണ്? റാംസേ മക്ഡൊണാൾഡ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് 1932 ഓഗസ്റ്റ് 16 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസേ മക്ഡൊണാൾഡ്. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി ആരംഭിച്ച നിരാഹാര സമരം അവസാനിച്ച ഉടമ്പടിയാണ് പൂന ഉടമ്പടി. അപ്പോൾ ദ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ വൈറ്റ് പേപ്പർ എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. വട്ടമേശ സമ്മേളനങ്ങളുടെ അനന്തരഫലം എന്ന നിലയിൽ വട്ടമേശ സമ്മേളനങ്ങൾക്ക് ശേഷം ധവളപത്രം എഴുതി വെച്ച്, വെള്ളപ്പേപ്പറിൽ എഴുതി വെച്ച്. അപ്പോൾ 1933 മാർച്ചിൽ ഒരു ധവളപത്രമായി അവരുടെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. ബ്രിട്ടീഷുകാരുടെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചതാണ് എന്ന് പറയുന്നത് ധവളപത്രം എന്ന് പറയുന്നത്. ഇതാണ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലെ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് സർക്കാർ 1933 മാർച്ചിൽ ഒരു ധവളപത്രമായി അവരുടെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. ഇന്ത്യൻ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കുള്ള നിർദ്ദേശം എന്നായിരുന്നു ഈ നിർദ്ദേശത്തിൻ്റെ പേര്. ധവളപത്രത്തിനുള്ള പേപ്പർ ഇന്ത്യയുടെ അഭിപ്രായം പരിശോധിക്കാൻ പാർലമെൻറ്റ് ജോയിൻറ്റ് സെക്രട്ടറി കമ്മ്യൂണിറ്റിയെ നിയമിച്ചു. ജോയിൻറ്റ് കമ്മിറ്റി ചെയർമാൻ ലോർഡ് ലിങ്തോയായിരുന്നു. അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ 21 പ്രതിനിധികളും ഇന്ത്യയിൽ 7 പ്രതിനിധികളും ചേർന്നാണ് ഈ റിപ്പോർട്ടുകളും സമർപ്പിച്ചത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കി. കോൺഗ്രസിൻ്റെ എതിർപ്പുണ്ടായിട്ടും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കി. ഇന്ത്യയിൽ ഫെഡറൽ മാതൃകയിലുള്ള ഒരു ഭരണകൂടത്തിന് ഈ ആക്ട് വ്യവസ്ഥ ചെയ്തു. 11 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളും ഫെഡറേഷനിൽ ചേരാൻ തയ്യാറാവുന്ന നാട്ടുരാജ്യങ്ങളുമായിരിക്കും അഖിലേന്ത്യാ ഫെഡറേഷൻ്റെ ഘടകങ്ങൾ. ഫെഡറൽ എക്സിക്യൂട്ടീവിൻ്റെ തലവൻ ഗവർണർ ജനറൽ ആയിരിക്കും. 1935 ആക്ട് സംസ്ഥാനങ്ങൾക്കും സമ്പൂർണ്ണ സ്വയംഭരണമാണ് വാഗ്ദാനം ചെയ്തത്. 1935 ആക്ട് അനുസരിച്ചുള്ള ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് 1937 നടന്നു. കോൺഗ്രസിന് ആകെയുള്ള 9 സംസ്ഥാനങ്ങളിൽ 7 എണ്ണത്തിൽ ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്തു. 1939 ഇന്ത്യൻ ജനതയോട് ആലോചിക്കാതെ ബ്രിട്ടൻ 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയെ വലിച്ചിഴച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മന്ത്രിസഭകൾ ഒന്നടങ്കം രാജിവെക്കുകയും ചെയ്തു. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കേന്ദ്രത്തിൽ ഒരു ഫെഡറൽ മാതൃകയിലുള്ള ഗവൺമെൻറ് സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വയംഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. കേന്ദ്രത്തിൽ ദ്വിഭരണം ഡയാർക്കിയിൽ വ്യവസ്ഥ ചെയ്തു. പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭയ്ക്ക് വ്യവസ്ഥ ചെയ്തു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി എന്നിവ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തിയ നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അപ്പോൾ ഫെഡറൽ അസംബ്ലിയെ 2 ചേംബേഴ്സായിട്ട് അവർ തിരിച്ചു. കൗൺസിൽ സ്റ്റേറ്റ് 202 ചേംബേഴ്സായിട്ട് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് വിത്ത് 250 മെമ്പേഴ്സുമാർ, ഫെഡറൽ അസംബ്ലിയിൽ 375 മെമ്പേഴ്സുമാർക്കും സീറ്റ് കിട്ടി. അപ്പോൾ കൗൺസിൽ സ്റ്റേറ്റ് 250 മെമ്പേഴ്സും ഫെഡറൽ അസംബ്ലിയിൽ 375 മെമ്പേഴ്സ്. അപ്പോൾ കൗൺസിൽ സ്റ്റേറ്റിൽ 250, ഫെഡറൽ അസംബ്ലിയിൽ 375. പിന്നെ 1/6 അഡൽട്ട് അവർക്ക് പ്രായപൂർത്തിയായവർക്ക് നൽകി. പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസിൽ 2 ഗവർണേഴ്സ് പ്രൊവിൻസിൽ 5 ചീഫ് കമ്മീഷണർ പ്രൊവിൻസ് ചെയ്തു. പിന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫെഡറൽ കോർട്ട് കൊണ്ടുവന്നു. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റെയിൽവേ അതോറിറ്റി കൊണ്ടുവന്നു.
സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ കണ്ടിന്യൂ ദ ക്രൗൺ എഗൻസ്റ്റ് ദ റെസ്പോൺസിബിൾ ഫോർ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അത് വന്നു. പിന്നെ ദ ഗവർണർ അപ്പോയിൻറ്റഡ് ബൈ ദി ഗവൺമെൻറ് ഹാവ് എ സ്പെഷ്യൽ പവർ കൊണ്ടുവന്നു. ഗവർണർ അപ്പോയിൻറ്റിന് സ്പെഷ്യൽ പവർ ഉണ്ടായിരുന്നു ഗവൺമെൻറ്റിന്. അതുപോലെ വുമൺ വെയർ ഗിവൺ വുമൺസിന് ഇതുണ്ടായിരുന്നു. പിന്നെന്താണ് ബോത്ത് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പവേഴ്സ് എന്താണ് വിത്ത് ഹെൽഡ് ബൈ ദി ബ്രിട്ടീഷ്. അതുപോലെ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും പവറുകൾ ഇതിലുണ്ടായിരുന്നു. The recap, the first roundtable conference was held in 1930, president by the British Prime Minister MacDonald. 1930 എന്താണ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മാക്ഡൊണാൾഡ് ആയിരുന്നു ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഹെൽഡ് ചെയ്തത്. ദ കോൺഗ്രസ് ഡിഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ദ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. കോൺഗ്രസ് എന്ത് ചെയ്തു, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ. ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് അക്സെപ്റ്റഡ് ജിന്ന ഫോറിൻ പോയിന്റ് ആൻഡ് ദ സെപ്പറേറ്റ് ഇലക്ടറേറ്റ്. എന്നാൽ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ജിന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ 14 തത്വങ്ങളും അവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഗാന്ധി ഇർവിൻ പാക്ക് 1931 കൊണ്ടുവന്നു. അത് ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് അത് കൊണ്ടുവന്നത്. അത് പ്രകാരമാണ് ഗാന്ധിജി രണ്ടാമത്തെ ഇതിൽ പങ്കെടുത്തത് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ. ദ പാക്ട് റിസൾട്ട് ഇൻ ദ വിത്ഡ്രോവൽ ഓഫ് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, ദ റിലീസ് ഓഫ് ദ പ്രിസണേഴ്സ് എക്സെട്ര. ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് വിത്ഡ്രോ ചെയ്യണമെങ്കിൽ നമ്മുടെ ജയിലിൽ അടച്ചിട്ടുള്ള നമ്മുടെ അനുയായികളെല്ലാം റിലീസ് ചെയ്യണമെന്ന് ഈ പാക്ട് കൊണ്ടുവന്നപ്പോൾ ഗാന്ധിജി പറഞ്ഞു. അതുപോലെ തന്നെ കറാച്ചി സെക്ഷനിലാണ് എന്ത് ചെയ്ത് സ്വരാജ് ഡിക്ലറേറ്റ് ചെയ്തത് കറാച്ചി സെക്ഷനിലാണ്. അതുപോലെ തന്നെ ഗാന്ധി അറ്റൻഡ് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1931 അദ്ദേഹം പങ്കെടുത്തു. ദ തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വാസ് എ കൺവെൻറ്റഡ് ദ നവംബർ ടു ഡിസംബർ. 1932 തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഉണ്ടായത്. ദ തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് റിസൾട്ടഡ് എന്ന് പറയുന്നത് പബ്ലിക്കേഷൻ വൈറ്റ് പേപ്പർ 1933 എന്താണ് വൈറ്റ് പേപ്പർ എന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ബ്രിട്ടീഷുകാരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൽ എഴുതി വയ്ക്കുകയാണ് ചെയ്തത്. 1930 ധവളപത്രത്തിൽ എഴുതുന്നതാണ് പേപ്പർ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത്. ഇനി ബ്രിട്ടീഷ് അനൗൺസ്ഡ് ദ കമ്മ്യൂണൽ അവാർഡ് 1930. മാക്ഡൊണാൾഡിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണൽ അവാർഡ് എന്ന് വെച്ചാൽ ഈ ആരൊക്കെയാണ് മുസ്ലിങ്ങൾ നിയമലംഘന പ്രസ്ഥാനം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ 1932 ഓഗസ്റ്റ് 16 ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചു. ഇതനുസരിച്ച് മുസ്ലിങ്ങൾ, യൂറോപ്യന്മാർ, സിഖുകാർ എന്നിവർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചു. ഹരിജനങ്ങൾക്കും പ്രത്യേക നിയോജക മണ്ഡലം അനുവദിച്ചു. അതാണ് കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നത്. ദ റിപ്പോർട്ട് ബിക്കം ദ ബേസ് ഓഫ് ദി ഗവൺമെൻറ് ഇന്ത്യ ആക്ട്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ബേസ് ആയിട്ട് വന്നു. ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൻ വാസ് ദ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് കൺവെൻറ്റ്. എവിടെയാണ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എപ്പോഴാണ് ഉണ്ടായതെന്നാണ്. 1930 ലണ്ടനിൽ നവംബർ 12 ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വന്നത്. പിന്നെ അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൂ പ്രിസൈഡ് ഓവർ ദ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. എന്താണ് പ്രിസൈഡ് ചെയ്തത്? ദ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ റാംസെ മാക്ഡൊണാൾഡ് ആണ് സെക്കൻഡ് ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസ് പ്രിസൈഡ് ചെയ്തത്. അതുപോലെ വാട്ട് വാസ് ദ ഡിമാൻഡ് ഓഫ് ദി ജിന്ന ഇൻ ദ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. എന്തായിരുന്നു ജിന്ന വെച്ചത്? സെപ്പറേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ മുസ്ലിം ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് ദ 14 പോയിന്റ്. മുസ്ലിങ്ങൾക്ക് സെപ്പറേറ്റായി നിയോജക മണ്ഡലം അവകാശങ്ങളും വേണമെന്നും അതുപോലെ തന്നെ അവർക്ക് 14 പോയിന്റ്സുകൾ അദ്ദേഹം കൊണ്ടുവന്ന് അത് നടപ്പിലാക്കണമെന്നായിരുന്നു. അതുപോലെ വാട്ട് വാസ് ദ റിസൾട്ട് ഓഫ് ദി ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. എന്തായിരുന്നു ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൻ്റെ റിസൾട്ട്? ഗാന്ധി ഇർവിൻ പാക്ക് കൊണ്ടുവരാൻ അത് കാരണമായി. വെൻ വാസ് ദ ഗാന്ധി ഇർവിൻ പാക്ട് സൈൻഡ്. എപ്പോഴാണ് സൈൻ ചെയ്തത് ഗാന്ധി ഇർവിൻ പാക്ക്? 1931 മാർച്ച് 5 വിച്ച് സെക്ഷൻ ഓഫ് ദ INC അപ്രൂവ്ഡ് ദ ഗാന്ധി ഇർവിൻ പാക്ക്. ഏത് സെക്ഷനിലാണ് ഗാന്ധിജി ഇർവിൻ പാക്ക് അപ്രൂവ്ഡ് ചെയ്തത്? കറാച്ചി സെക്ഷനിലാണ് ഗാന്ധിജി INC ഇർവിൻ പാക്ക് ഇർവിൻ പാക്ക് INCക്ക് വേണ്ടി അപ്രൂവ്ഡ് ചെയ്തത്. വൈ വാസ് ദ കറാച്ചി സെക്ഷൻ INC സിഗ്നിഫിക്കൻറ്റ്. എന്താണ് കറാച്ചി സെക്ഷൻ നമുക്ക് സൂചന തരുന്നത്? ഫോർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് നാഷണൽ എക്കണോമിക് പ്രോഗ്രാം ഡിസിഷൻസ്. നമുക്ക് മൗലിക അവകാശങ്ങൾ വേണമെന്നും നമ്മുടെ ദേശത്തിന് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകണമെന്നുള്ള ചർച്ചയ്ക്കാണ് അത് വഴിവെച്ചത്.
വെൻ വാസ് ദ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് കൺവെൻറ്റ്? എവിടെയാണ് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഗ്രസ് ചെയ്തത്? സെപ്റ്റംബർ ഡിസംബർ മാസത്തിലാണ്, 1931. എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ, സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ ഡിസംബർ 1931. വിച്ച് റൗണ്ട് ടേബിൾ കോൺഫറൻസ് സെക്ഷൻ ഡിഡ് ഗാന്ധി അറ്റൻഡ്? ഏത് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് ഗാന്ധി അറ്റൻഡ് ചെയ്തത്? സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് ഗാന്ധിജി അറ്റൻഡ് ചെയ്തത്. ഹൂ വാസ് ദ വൈസ്രോയി അറ്റ് ദ പീരീഡ് ഓഫ് ദ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്? ഈ പീരീഡിലുണ്ടായിരുന്ന വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ ലോർഡ് വെല്ലിംഗ്ടൺ ആണ്. ലോർഡ് വെല്ലിംഗ്ടൺ ആണ് ഏത് സമയത്ത് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഉണ്ടായിരുന്ന ആള്. ഫസ്റ്റ് റൗണ്ട് ടേബിളാണെങ്കിൽ ഇർവിൻ പ്രഭു ആയിരുന്നു. സെക്കൻഡിലും തേർഡിലും വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. താങ്ക് യു.